നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ വാർത്ത എല്ലാവരും കേട്ടോണ്ടിരിക്കുകയാണല്ലോ. ഞെട്ടിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ പറയുന്ന മനുഷ്യനുണ്ടല്ലോ, ഈ ഗോപൻ സ്വാമി ആകുന്നതിന് മുന്നേ ചുമട്ടുതൊഴിലാളിയായിരുന്നു. 7 പേരെ വെട്ടിയ കേസിൽ പ്രതി, അതുപോലെ തന്നെ വീടിന് തീ വെച്ച ഒരു കേസിൽ പ്രതി, അതുകൂടാതെ അദ്ദേഹത്തിന്റെ മകൻ മരിച്ചപ്പോൾ ഇതേ രീതിയിൽ ആരെയും അറിയിക്കാത്ത സമാധി ചെയ്തു എന്നൊരു നാട്ടുകാരൻ പറയുന്നു. 3 പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ടും അതൊന്നും ശരിയാവാത്ത ഒരു മകൻ. അപ്പോ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നമുക്കൊരു പിടുത്തം കിട്ടുന്നില്ല അല്ലെ. ഇതിന്റെ പേരിൽ വർഗീയമായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാട്ടുകാർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് കേൾക്കുക തന്നെ വേണം. കാരണം പല ഞെട്ടിക്കുന്ന കാര്യങ്ങളും ഇതിലൂടെ പുറത്തു വരും. നിസ്സാര പ്രശ്നത്തിന് 7 പേരെ ഒരു ദിവസം വെട്ടി. ഒരു സ്ത്രീയെ അടക്കം 7 പേരെ വെട്ടി. അവിടെ നിന്ന് ഒളിച്ചോടി കുറച്ച് ദിവസം എവിടെ പോയി കിടന്നിട്ട് പിന്നെ ആറാലുമുട്ടി വന്ന് വസ്തു വാങ്ങിച്ച് അവിടെ വീട് വെച്ച് അവിടെ ചെമ്പ് തൊഴിലാളിയായിരുന്നു. ആറാലുമുട്ടി തീവെപ്പ് കേസിൽ എല്ലാം പ്രതിയാണ്. പിന്നെ ഇവിടെ കോവിൽ വെച്ച് ഇവിടെ കിടക്കുകയായിരുന്നു. ഓക്കെ, 7 പേരെ വെട്ടി, അതിലൊരു സ്ത്രീയെയും വെട്ടി കേസിൽ പ്രതിയാണ്. ഇപ്പോ സമാധിയാക്കപ്പെട്ടു എന്ന് പറയുന്ന മനുഷ്യന്റെ അവസ്ഥയാണ് പറയുന്നത്. ഒരു മനുഷ്യൻ സമാധിയാകണമെങ്കിൽ ആ സമാധിക്ക് ഒരു പവിത്രതയുണ്ടല്ലോ അല്ലെ. ഒരു മനുഷ്യന് പവിത്രത വേണം എന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും തോന്നിയ പോലെ സമാധി ആവാനൊന്നും പറ്റില്ല. ഇവിടെ തോന്നിയ പോലെ ഒരാളെ സമാധിയാക്കി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നാട്ടുകാരനായിട്ടുള്ള ഒരാൾ പറയുന്നത്. 7 കേസിലെ പ്രതിയാണ് ഗോപൻ. ഇനി സ്വാമി എന്ന് വിളിക്കുന്നില്ല, ഗോപൻ എന്ന് പറയുന്ന വ്യക്തി. അച്ഛൻ എന്ന് അദ്ദേഹത്തിന് വിളിക്കാൻ ഇനി കഴിയില്ല, സമാധി എന്ന് വിളിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇനി ഒരു ക്രിമിനൽ എന്ന രീതിയിലേക്ക് നമ്മൾ കാണേണ്ടി വരും. ഇനി ആ നാട്ടുകാരൻ തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതുകൂടി കേട്ടോക്കാം. ഇദ്ദേഹത്തിന്റെ മൂത്ത മകൻ നേരത്തെ താമസിച്ചിരുന്നിടത്ത് ഇദ്ദേഹത്തിന്റെ മൂത്ത മകൻ മരിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടുകാരൊക്കെ അറിയാവുന്നതാണ്. അന്ന് അയാൾ വീട്ടിനകത്ത് ഇതുപോലെ ഒരു കുഴിയൊക്കെ എടുത്ത് അതിനകത്ത് സമാധി പോലെ ആക്കുന്നപ്പോൾ അവിടുത്തെ പരിസരത്തുള്ളവർ അത് തടഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിനകത്ത് തന്നെ സാധാരണ രീതിയിൽ കുഴിച്ചു മൂടിയിട്ടുണ്ട് ഇയാളുടെ മൂത്ത മകനെ. സമാനമായ രീതിയിൽ മൂത്ത മകനെ ഒരു വീട്ടിന്റെ ഉള്ളില് മൂടിയിട്ടുണ്ട്. ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന് ഇനി തെളിയിക്കേണ്ട കാര്യമില്ല. അച്ഛൻ വെട്ടുകേസിലെ പ്രതി, പിന്നെ ഒരു കേസ് കൂടി ഇപ്പൊ പറയുന്നുണ്ട്. അതുകൂടാതെ മൂത്ത മകനെ കൊന്ന് അല്ലെങ്കിൽ മരിച്ച് സമാധിയാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ മാറ്റേണ്ടി വരും. ഇതിന്റെ പിന്നിൽ എന്തിനാണ് വൃത്തികേടുകൾ പറയുന്നത്? ചില ആളുകൾ എന്നോട് ഒരു കമന്റ് ഇട്ടിരിക്കുന്നത്, നായിക്കാട്ട് ഒരു കമന്റ് ഇട്ടിരിക്കുകയാണ്. അതായത് മുസ്ലിങ്ങൾക്ക് വേണ്ടി നീ എന്തിനാണ് സംസാരിക്കുന്നത് ഈ വിഷയത്തിൽ? ഈ വിഷയത്തിൽ എന്തിനാണ് അനാവശ്യമായിട്ട് വർഗീയത ഉണ്ടാക്കുന്നത്? ഇത് ഹിന്ദുക്കളുടെ വിഷയമാണെങ്കിൽ ഹിന്ദുക്കളുടെ വിഷയത്തിൽ നിങ്ങൾ മാറ്റി, അല്ലാതെ മുസ്ലിം മറ്റുള്ള ആളുകളൊന്നും പിടിച്ചു കയറ്റരുത്. അതുപോലെ അമ്മ പറയുന്നുണ്ട് മൂത്ത മകൾ കല്യാണം കഴിച്ചതും ക്രിസ്ത്യനാണ്, അവര് സത്യക്രിസ്ത്യാനികളാണ്, അവര് വിളിച്ചു കൊടുത്താൽ കളങ്കപ്പെടും എന്ന് പറയുന്നത്. അപ്പൊ മക്കള്, അമ്മ, ആ മരിച്ചുപോയ ആളൊക്കെ ഏതൊരു രീതിയിലുള്ള ആളുകളാണെന്ന് ഇപ്പൊ ഏകദേശം മനസ്സിലായില്ലേ? ഓക്കെ, തുടർന്ന് കേൾക്ക്. വീട്ടിനകത്ത് അടക്കിയിട്ടുണ്ട്. ആ വീട് വിറ്റിട്ടാണ് ഇവർ ഇവിടെ വന്ന് 50 സെന്റ് വാങ്ങിച്ച് താമസിക്കുന്നത്. ഇവിടെ എത്ര വർഷമായിട്ടുണ്ടോ ഇവര് താമസിക്കുന്നത്? ഇവിടെ ഇപ്പൊ ഒരു 10-20 വർഷം കൊണ്ട് താമസിക്കുകയാണ്. ആ വീട് എടുത്ത ആളുടെ അവസ്ഥയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരാളെ കൊന്ന് കുഴിച്ചു മൂടിയിട്ടുള്ള വീട് എന്ന് പറയുന്നത് ദൃശ്യം സിനിമ ഒക്കെ, എന്റെ പൊന്നുമോനെ, ദൃശ്യം സിനിമ എന്നൊന്നുമല്ല. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഒരാളെ ജീവനോടെ കോൺക്രീറ്റ് ചെയ്ത് മൂടി, ഭസ്മത്തിൽ പൊതിഞ്ഞ്, കുങ്കുമോ മറ്റു സാധനങ്ങളൊക്കെ ഇട്ട് പൊതിഞ്ഞ് കോൺക്രീറ്റ് ഇട്ട് മൂടി, എന്നിട്ട് സമാധിയാണെന്നൊരു പേരും ഒക്കെ. അടിപൊളി. ഇപ്പൊ നാട്ടുകാർ പറയുന്ന വാക്കുകളിലൂടെ പോലീസുകാർ സഞ്ചരിക്കുക തന്നെ വേണം. പോലീസുകാർ കൃത്യമായി അന്വേഷണം നടത്തുക തന്നെ വേണം. ഓക്കെ, നെക്സ്റ്റ് ആ വീട്ടിലത്തെ മക്കളെ കുറിച്ച് ഒരാൾ പറയുന്നത്. അത് ഒരുത്തം 3 പെണ്ണാറ്റം കിട്ടി. ആദ്യത്തെ ഇവിടെ കൊച്ചിവിടെ കല്യാണം കഴിയുന്നത് ഇവിടെ പൊരുത്തം വരില്ല എന്ന് പറഞ്ഞാൽ അത് കളഞ്ഞിട്ട് പോയി. ഒരുത്തൻ 3 കെട്ട് കെട്ടി, പൊരുത്തൻ വരില്ല എന്ന് പറഞ്ഞിട്ട് ആ 3 കെട്ടിയില്ല. ഇപ്പൊ 3 എണ്ണം കെട്ടിയില്ല, 2 എണ്ണം ഉണ്ടാവുമല്ലോ. ആ ഡൈവോഴ്സ് ആയ 2 ആൾക്കാരെ എടുത്തു പോയിട്ട് പോലീസുകാർ അന്വേഷിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും എന്തു സംഭവിച്ചു അവർക്ക് എന്നുള്ളത്. ഈ ഫാമിലിയെ കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു തരാൻ അവരെ കൊണ്ട് കഴിയും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അന്വേഷണം ആ രീതിയിലേക്ക് മാറ്റുക തന്നെ വേണം. ഓക്കെ, ഇനിയാണ് വർഗീയത തുളുമ്പുന്ന ആ മൂത്ത മകന്റെ ഡയലോഗുകൾ ഒന്ന് കേട്ടോക്കെ. പറയുമ്പോൾ ഇതിൽ ഏകദേശം 4 വർഷമായി ആ നിങ്ങളവിടെ ഇറങ്ങി വരുന്ന നാഗരുടെ പ്രതിഷ്ഠയുടെ തൊട്ടടുത്തായിട്ട് അതൊരു മുസ്ലിമിന്റെ വകയാണ്. അപ്പോൾ മുസ്ലിമിന്റെ വക വിൽക്കാനായിട്ട് ഇട്ടിക്കുകയാണ്. പറയുന്നതൊന്ന് മനസ്സിലാക്കി. ഇതാണ് നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ആ പോയിന്റ് മാത്രം വച്ചിരുന്നിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പാടില്ല. അല്ല, നിങ്ങൾ അങ്ങനെ ഇല്ല. ഇത് പ്രശ്നം മുസ്ലിമിന്റെ സ്ഥലത്ത് വിൽപ്പന നടക്കുന്നില്ല ഈ അമ്പലമുള്ളത് കൊണ്ട്, അതിനുവേണ്ടി പ്രശ്നം ഉണ്ടാക്കുന്നതാണ് പറയുന്നത്.
എവിടെ നാട്ടുകാരെല്ലാവരും ചേർന്ന് ട്രസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ അമ്പലം, നിങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ അമ്പലം എന്നാണ് നുണ പറഞ്ഞിട്ടുള്ളത്. നാട്ടുകാരെല്ലാവരും ചേർന്ന് പൈസ ഇട്ടിട്ടുണ്ടാക്കിയ അമ്പലം, ആ അമ്പലത്തിലേക്കുള്ള വഴി തന്നത് നാട്ടുകാരാണെന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഒരു മുസ്ലിമിന്റെ പേര് നിങ്ങൾക്ക് ഇതിൽ വലിച്ചിഴക്കാൻ കഴിയുക? ഇത് നിങ്ങളുടെ മാത്രം വിഷയമാക്കി മാറ്റുക, പൊതുവായി ഹിന്ദുക്കളുടെ മൊത്തം വിഷയമാക്കരുത്. ഇതിൽ മുസ്ലിമിന്റെ പേര് അനാവശ്യമായി വലിച്ചിഴച്ച് വർഗീയത ഉണ്ടാക്കരുത്. നിങ്ങളുടെ അമ്മ തന്നെ പറഞ്ഞു സത്യക്രിസ്ത്യാനികളായ ആളുകളെ കൊണ്ടുവന്നാൽ ശരിയാവില്ല എന്ന്. നിങ്ങളുടെ മകള് വിവാഹം കഴിച്ചിട്ടുള്ളത് ഒരു സത്യക്രിസ്ത്യാനിയാണ് അല്ലെ? കൊള്ളാം, അടിപൊളി, തുടർന്ന് കേൾക്കാം. ഇപ്പൊ പോലീസ് പറയുന്നത് ദുരൂഹത മാറ്റണം, അതിന് നിയമപരമായ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയണം. അതെല്ലാരും നോക്കുന്ന കാര്യമുണ്ട്. കാരണം ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ആ കേസിന്റെ സത്യാവസ്ഥ എന്താണ് XY കണ്ടെത്തണം. അതിൽ നിങ്ങൾ സഹകരിക്കുമോ ഇല്ലയോ? ഞങ്ങള് നിയമത്തിന്റെ വഴി ഇപ്പോ നിയമത്തിന്റെ വഴി അതിലോട്ട് തന്നെ പോകും. കാര്യം ഇപ്പോ ഇല്ല അതിന് നിയമത്തിന്റെ വഴി എന്ന് പറഞ്ഞാൽ ഹിന്ദു ആചാരം അനുസരിച്ചുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ പോകും. ഹിന്ദു ആചാരം എങ്ങനെയാണോ അതനുസരിച്ച് തന്നെ പോയി. എന്നാ പിന്നെ ഇപ്പോ നെയ്യാറ്റിൻകര കോടതി സമീപിക്കുന്നു. എന്താണ് ചെയ്യാൻ നമ്മളിപ്പോ നമ്മുടെ ഇതിപ്പോ ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നലെ ഞങ്ങൾ അവിടെ പോയ സമയത്ത് അവര് പറയുന്നതെന്ന് പറഞ്ഞാൽ സമാധി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തെടുത്ത് അത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് നമ്മൾ തിരിച്ചതുപോലെ വെക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അതിനെന്ത് പവിത്രതയാണ് ഇരിക്കുന്നത്? ഇവിടെ പവിത്രതയുടെ കാര്യമൊന്നുമല്ല. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും രേഖകൾ ഗവൺമെന്റിന് വേണം. നിങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ അച്ഛന്റെ പ്രീവിയസ് ഹിസ്റ്ററി അവരെടുക്കും. ഒരു സന്യാസി എന്ന് പറയുന്ന ഒരു മനുഷ്യന് വേണ്ട എല്ലാ തരത്തിലുള്ള ഗുണനിലവാരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കും. ഹിന്ദു ഐക്യവേദി എന്താ പറഞ്ഞിട്ടുള്ളത്? നിയമപരമായി നടക്കട്ടെ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. നിയമപരമായിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഒരു മനുഷ്യൻ മാൻ മിസ്സിംഗ് കേസാണ്, അയാൾ അതിലുണ്ടോ എന്ന് കണ്ടെത്തേണ്ടത് അത് കോടതി മുഖാന്തരം തന്നെ കണ്ടെത്താൻ പറ്റും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്ന എല്ലാവരും ഇപ്പോ ആ ഒരു കാര്യത്തിനോട് യോജിക്കുന്നു. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. നാളെയും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന് ആര് കണ്ടു? ഈ വീഡിയോന്റെ ഇടയിൽ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്, ആരും സ്കിപ്പ് ചെയ്യണ്ട. ആ സമാധിക്ക് എന്ത് പവിത്രതയാണ് ഇരിക്കുന്നത്? അപ്പോൾ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്ന പലതരത്തിലുള്ള പരാതി ആശങ്കകളുണ്ട്. അപ്പൊ അത് പരിഹരിക്കണമെന്ന് നിങ്ങൾക്ക് ഒരു മനസ്സിലായില്ല. അതായത് ഇപ്പോ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് മരണമല്ലല്ലോ, ഈ സമാധി ബന്ധപ്പെട്ട് സ്വാഭാവികമായ മരണമാണെന്നോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നോ ഒക്കെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഉൾപ്പെടെ പരാതിയുണ്ട്. അപ്പൊ അത് വേണ്ടിയിട്ട് കുടുംബം എന്താണ് ചെയ്യുന്നത്? ഇതിപ്പോ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബന്ധുക്കളുടെ പരാതി എന്ന് പറഞ്ഞിട്ട് ഒരാൾ കൊണ്ട് പരാതി കൊടുത്ത് അത് ഞങ്ങളുടെ വീട്ടിന്റെ അതേ മുകളിലിരിക്കുന്ന ഈ വീടിന്റെ മുകളിലിരിക്കുന്ന ബിഷംബരൻ എന്ന് പറഞ്ഞ ആ ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ ബന്ധു എന്ന് പറഞ്ഞിട്ട് അവിടെ പരാതി കൊടുത്തിട്ടുള്ളത്. ഈ പരാതി കൊടുത്തിട്ട് ഉള്ള ആള് ഞങ്ങളുടെ ജാതിയുമല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് എന്താ പറയാ നമ്മുടെ ബന്ധുക്കളുമല്ല. അതിനിടയിലും അദ്ദേഹം ജാതി പറയാൻ ശ്രമിച്ചു. കേട്ടില്ലേ? മതം പറഞ്ഞത് ഇയാളാണ്, ജാതി പറഞ്ഞത് ഇയാളാണ്. ഇയാളുടെ മനസ്സിനകത്ത് എത്രത്തോളം വർഗീയത ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് അത് തന്നെയാണോ? ഇത് നാട്ടുകാരുടെ സംശയം തീർക്കണമെങ്കിൽ മാൻ മിസ്സിംഗ് കേസ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളെ കണ്ടെത്തുക എന്നുള്ളത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. കോടതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഹിന്ദു വിശ്വാസ പ്രകാരമുള്ള കാര്യമാണെന്ന് പറഞ്ഞാൽ പോലും ഒരു മനുഷ്യന്റെ പവിത്രത അന്വേഷിക്കുന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഇയാളുടെ പ്രീവിയസ് ഹിസ്റ്ററി നോക്കും. ഓക്കെ, അതിന്റെ ഇടയിൽ ജാതി കൊള്ളാം. ഇനിയാണ് എന്റെ പൊന്നു മോനെ മാൻ മിസ്സിംഗ് കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സമാധികളും പൊളിക്കേണ്ടി വരും. എന്റെ അപ്പൂപ്പനെ ഞാൻ ഇതേപോലെ ചെയ്തതാണെന്ന് ഒരാൾ പറയുന്നുണ്ട്, അത് കേട്ടോ. മാൻ മിസ്സിംഗ് ആർക്കറിയാം? എന്റെ അപ്പൂപ്പൻ ഇതൊരു സമാധി ആയതാണ്. ഇപ്പൊ ഒരു കംപ്ലൈന്റ് കൊടുത്താലും ഞാൻ അടിച്ചത് കൊട്ടിത്തൂക്കി സമാധി ഇരുത്തിയെന്ന് പറഞ്ഞാൽ ഇതൊരു മാൻ മിസ്സിംഗ് കംപ്ലൈന്റ് എടുത്തിട്ട് പൊളിക്കാൻ വരും അവര്. അമരവിള നിങ്ങൾക്കറിയാം, അമരവിള 2 അച്ഛനും മകൻ സമാധി ഇരിപ്പുണ്ട്. അവിടെ ആരെങ്കിലും ഫണ്ട് അടിച്ചൊന്ന് കെട്ടിത്തൂക്കി എന്ന് പറഞ്ഞാൽ ഈ പോലീസ് പൊളിക്കാൻ വരും, RTO ഉദ്യോഗസ്ഥന്മാർ വരും. ഇത് അവിടെ അനുവദിക്കാൻ പറ്റില്ല. തൊട്ടടുത്തുള്ള പയ്യൻ പറയും അച്ഛത്തൊന്നും പറയില്ലേ അല്ലെങ്കിൽ ചേട്ടത്തൊന്നും പറയില്ലേ എന്ന് കേസ് കൊടുക്കണം. ഈ പറയുന്ന ആളിനെതിരെ കേസ് കൊടുക്കണം. അയാളുടെ മുത്തച്ഛനെ കാണാനില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുക്കണം. അത് പുറത്തെടുത്ത് അന്വേഷണങ്ങൾ നടത്തുക തന്നെ വേണം. കാരണം വെല്ലുവിളിക്കുന്നത് ഇവിടെയുള്ള നിയമ സംവിധാനത്തെയാണ്. ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും എല്ലാവരും അടങ്ങുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ടല്ലേ. ആ ജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എഴുതപ്പെട്ടുള്ള ഭരണഘടനയുണ്ടല്ലേ. ആ ഭരണഘടനയിൽ കൃത്യമായിട്ട് ഏതൊരു മനുഷ്യനും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും മരിക്കുന്നുണ്ടെങ്കിലും കൃത്യമായ രേഖകൾ വേണമെന്നുള്ള നിയമം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അന്വേഷിക്കുക തന്നെ വേണം. ഈ പറയുന്ന വ്യക്തിക്കെതിരെയും ആരെങ്കിലും ഒരാൾ ഒന്ന് കംപ്ലൈന്റ് ചെയ്യണേ, ദയവ് ചെയ്ത് കംപ്ലൈന്റ് ചെയ്യണം. കാരണം ഒരാൾ സമാധി ഇരുത്തുകയാണെങ്കിൽ ആ സമാധി ആവുന്ന ആൾക്ക് അതിൻ്റെതായ ക്വാളിറ്റി വേണം എന്നുള്ളത് ഇവിടെയുള്ള സന്യാസി ആളുകളോട് ചോദിക്കുക, അവർ കൃത്യമായി പറഞ്ഞു തരും. അനാവശ്യമായിട്ട് ഇമ്മാതിരി ഊളത്തരങ്ങൾ കാണിച്ചു കൊണ്ടരുത്. വെറുതെ മനുഷ്യന്മാരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ. എന്തിനാണ് ഇവിടെ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ഇതിനിടയിലൂടെ ശ്രമിക്കുന്നത് എന്നുള്ള ചോദ്യം ഇവിടെ ഉയർത്തി ചോദിക്കുക തന്നെ ഞാൻ ചെയ്യുന്നു. ഇവിടെ ഹിന്ദു വിശ്വാസ പ്രകാരമുള്ള കാര്യമാണെന്ന് പറയുന്നുണ്ടല്ലോ. ഇത് പൂർണ്ണമായിട്ടും ഹിന്ദു വിശ്വാസ പ്രകാരമായിട്ടുള്ളതാണെങ്കിൽ ഇവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കണം.
ഒരു മനുഷ്യൻ അതിന് യോഗ്യനാണോ എന്ന് തീരുമാനിക്കേണ്ടത് അയാളുടെ പ്രവർത്തികളിലൂടെയാണ്. 7 പേരെ വെട്ടിയ കേസ്, അല്ലെ, വീട് തീവച്ച കേസ്, ഒരു സ്ത്രീയെ പോലും വെട്ടിയിട്ടുണ്ടെന്നൊരു നാട്ടുകാരൻ പറയാണ്. ഓക്കെ, ഇതൊക്കെയാണ് എനിക്ക് തീരെ അങ്ങ് ദഹിക്കാത്തത്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസപ്രകാരം കാര്യങ്ങൾ നടത്തിക്കോളൂ, ഒരു കുഴപ്പമില്ല, പക്ഷെ നിയമത്തിന് വിധേയമായിരിക്കണം. ഇത് ഇന്ത്യ എന്ന മഹാരാജ്യമാണ്. ഇതിന് ഇടയിലൂടെ അവരുടെ രാഷ്ട്രീയക്കാർ കളിക്കുന്നുണ്ട്. അത് മതത്തിന്റെയും ജാതിയുടെ വേർതിരിവ് ഉണ്ടാക്കും. അപ്പൊ ഈ ചങ്ങാതി പറഞ്ഞതുപോലെ തന്നെ ജാതിയുടെ മതത്തിന്റെ വേർതിരിവ് അയാൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നിരന്തരം പറയുന്നുണ്ട്. ഇയാൾക്കെതിരെ ഒരു കേസും കൂടി എടുക്കുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എന്റെ കുടുംബക്കാരനാണെന്ന് പറഞ്ഞ ആളുടെ ജാതി ഞങ്ങളുടേതല്ല, ജാതി പറയാൻ നിന്നതാ, അത് പറയാതെ പോയത് അയാളുടെ ഭാഗ്യം എന്ന് തന്നെ കൂട്ടിക്കോ, അല്ലെങ്കിൽ അതിന് മറ്റൊരു രീതിയിലൂടെയും മുന്നോട്ട് പോകേണ്ടി വരും. ഓക്കെ, ഈ വിഷയം ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. ഇനി നാളെയും ഇത്തരത്തിലുള്ള സമാധികൾ ഉയരുമ്പോ കൃത്യമായ ഗവൺമെന്റിന് തന്നെ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കി വെക്കുക. അതായത് ഇന്ന ആള് സമാധിയാവാൻ തീരുമാനിച്ചു, ഒരു നിയമം ഉണ്ടാക്കിയെടുക്കൂ. എന്താ പ്രശ്നം? ഹിന്ദുക്കൾക്ക് വേണ്ടിയാണോ അല്ല പറയുന്നത്? ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു നിയമം ഉണ്ടാക്കി കൊടുക്കൂ. സമാധിയുമായി ബന്ധപ്പെട്ട് ഒരു നിയമം ഉണ്ടാക്കിക്കോ. ജനങ്ങളുടെ സംശയങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കിയേ വെക്കൂ. ഇവിടെ അനാവശ്യമായിട്ട് മതങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ഇതിനിടയിൽ വരികയും ചെയ്യുന്നുണ്ട്. മാറ്റി നിർത്തുക, വേറെ ഒന്നും പറയുന്നില്ല. പരമാവധി ഷെയർ ചെയ്യുക. ഇമ്മാതിരി ഊളത്തരങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ വിളിക്കുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരുമ്പോൾ സന്ദീപ് സൈനിങ് ഓഫ്.